ഇന്ന് ഏപ്രിൽ 10 നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഏതെന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ട സാബിർത്ത ഒരു വാക്ക് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തെന്നറിയോ? ഞാനും നിയാസ് ഉസ്താദും നിങ്ങൾ ഇതിൽ പെടുത്തരുതേ. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ദുനിയാവും ആഖിറത്തും വേണ്ടവരാണ്. അപ്പം അറിയുന്ന വാക്കുകളൊന്ന് നിങ്ങൾ കേട്ടോട്ടാ, ഞാൻ കേൾപ്പിച്ചു തരാം. നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞതാണ് ഈ സ്ഥലത്തെറ്റ്. അങ്ങനെ പറയണായിരുന്നു ഉസ്താദെ. നിങ്ങള് മറ്റുള്ള ഉസ്താദിനോട് പറയുന്നതിട്ട് പറയണേനും കുറ്റം വിളിച്ച് പറയണേനും അത് എന്നെയും കിട്ടൂല, ഞാൻ ഉസ്താദിനെയും കിട്ടൂല. ഞങ്ങൾക്ക് ദുനിയാവുമാട് ആഗ്രഹം, മനസ്സിലായ? അതുകൊണ്ട് പൊന്നു മക്കളെ, നിങ്ങൾ കേക്ക്. ഞങ്ങൾക്ക് ദുനിയാവും വേണം ആഖിറും വേണോന്ന് ആര് പറഞ്ഞേ? നമ്മളെ താത്ത പറഞ്ഞത്. എൻ്റെ സാബിർത്ത ഒന്നിങ്ങ മനസ്സിലാക്കാനുള്ളത്, നിയാസ് ഉസ്താദ് ദുനിയാവും ആഖിറത്തും വേണമെന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം വെച്ചാൽ ഉസ്താദിൻ്റെ ഓരോരോ വാളുകളും അങ്ങനെയുള്ള ഓരോരോ അറിവ് പകരുന്നുള്ളതാണ്. പക്ഷെ സാബിർത്ത ഇങ്ങനെയുള്ള ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ദുനിയാവും ആഖിറത്തിലും നടക്കുമോ സാബിർത്ത? കണ്ടില്ലേ? ദുനിയാവും ആഖിറത്തും വേണം എന്ന് പറയുന്നവരാണ് ഈ കണ്ട കോപ്രായങ്ങളെല്ലാം കാട്ടിക്കൂട്ടുന്നുള്ളത്. നിയാസ് ഉസ്താദിൻ്റെ അടുത്തും സാബിർത്ത ഒരിക്കലും കമ്പയർ ചെയ്യരുത് എൻ്റെ സാബിർത്ത. കാരണം നിങ്ങൾക്ക് ദുനിയാവ് മാത്രം വേണമെന്ന് അറിഞ്ഞിട്ട് നടക്കുന്നതാണെന്ന് തോന്നുന്നു, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. അങ്ങനെയാണ് സാബിർത്ത ഓരോരോ കാര്യങ്ങളും കാട്ടിക്കൂട്ടുന്നുള്ളത്. നിയാസ് ഉസ്താദ് അതല്ല സാബിർത്ത. നിയാസ് ഉസ്താദ് ദുനിയാവിൽ അറിവ് പകർന്നു കൊടുക്കുന്ന അത് ആഖിറത്തിലേക്കും വേണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം സാബിർത്ത ചെയ്യുന്നത് അങ്ങനെയാണോ? അത് മാത്രമല്ല, സാബിർത്താൻ്റെ ഓരോരോ വാക്കുകളുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാതെ എന്താണ് പറഞ്ഞത്. ഈ വാക്കുകൾ നിങ്ങൾ സാബിർത്താൻ്റെ കേട്ട് നോക്കിയോ ഒന്ന്? ഒരു മിനിറ്റ്. യാസീനെ പറ്റിയിട്ടും ഇങ്ങനെ കണ്ട ആൾക്കാരെ പറ്റിയിട്ടും മഹാമോശമായി പറയണമായിരുന്നു. കുറ്റം സിറാജുൽ ഉസ്താദ് വിളിച്ചു പറഞ്ഞ കേട്ടിട്ടില്ല. ഞാൻ ഓരോടെന്നാ പറഞ്ഞ, ഈ ലോകത്ത് ഒരുപാട് ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങൾ ഉപേക്ഷിച്ച് പോകുന്ന ഉസ്താദെ, ഭാര്യയും മക്കളും കഷ്ടപ്പെടുന്ന ഉസ്താദെ, ഒന്ന് നിങ്ങൾ പല സ്റ്റേജുകളിൽ നിന്നും പറയണേ എന്നല്ലേ ഞാൻ പറഞ്ഞത്. ആ വിഷയം ഉസ്താദിലേക്ക് എത്തിക്കാണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം പറയല്ല ഉസ്താദെ എന്ന് പറഞ്ഞ വിഷയം മാത്രം ഉസ്താദ് കാട്ടിക്കൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞിട്ട് എന്നെന്തെല്ലാം പറഞ്ഞു. അങ്ങനെ പറയണമായിരുന്നു. ഈ സിറാജ് ഉസ്താദ് നിങ്ങളെ ഒന്നും പറഞ്ഞിട്ട. സിറാജ് ഉസ്താദ് അന്ന് പറഞ്ഞ വാക്കുകൾ എന്തെന്നോ? എന്നെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരു ഉമ്മ ഉണ്ട്, ആ ഉമ്മക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. അത് എങ്ങനെ രീതിയിൽ പ്രാർത്ഥിക്കണമെന്നറിയോ? എങ്ങനെ? ചിലപ്പോൾ ആ പ്രാർത്ഥന കൊണ്ടാണെങ്കിലും സാബിർത്താൻ്റെ എല്ലാ വിഷമങ്ങളും മാറിപ്പോവും, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചിട്ടും അതിനു വേണ്ടിയിട്ടായിരിക്കും സാബിർത്ത പറഞ്ഞത്. അല്ല, നിങ്ങളെ സിറാജ് ഉസ്താദ് കുറ്റം ഒരിക്കലും അവിടെ പറഞ്ഞിട്ടില്ല. ബാക്കി കേട്ടോ നമ്മുടെ സാബിർത്ത പറയുന്നത്. സാബിർത്താക്ക് എന്ത് വേണമെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താം, മറ്റുള്ളവരെന്ത് വേണമെങ്കിൽ പറയാം. പക്ഷെ സാബിർത്താൻ ആരും പറയുന്നതുണ്ടല്ലോ, മൂപ്പരിക്ക് എങ്ങോട്ട് ഇഷ്ടവുമല്ല. കേട്ടോ നിങ്ങൾ ബാക്കി. കുറ്റം തന്നെ. പിന്നെ ഈ ഉസ്താദ് ഞാനൊരു ഷഫു നൂലുമതി ഷഫു എനിക്ക് ഷഫു ഷുഫ ഷുഫ ഓതിയിട്ട് എനക്ക് ഫലുണ്ട്. അത് നോക്കിയാൽ മതി. നമ്മൾ ചൊല്ലി ആ ചൊല്ലിയ കാറ്റ് വായി ഇങ്ങനെ വന്ന റസാ ബ്ലോഗർ ഉസ്താദ് എന്ന് വെച്ചാൽ എല്ലാം കണ്ടതുണ്ടല്ലോ, മൂപ്പരൊരു സ്വഭാവമാണ്. കണ്ടത് അത് നേരെ തുറപ്പിച്ചിട്ട് തറച്ചുകൊണ്ട് പറയുന്ന ഉസ്താദാണ്. പക്ഷേ നിയാസ് ഉസ്താദ് അങ്ങനെയല്ല, അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞ അതിൽ ഒന്ന് ഞാൻ യോജിക്കുന്നുണ്ട്. റസാ ബ്ലോഗ് ഉസ്താദ് കാരണം വെച്ചാൽ എല്ലാം വ്യക്തമായിട്ട് അതിന് അപ്പം തന്നെ സ്പോട്ടിന് മറുപടി കൊടുക്കുന്ന ഒരു ഉസ്താദാണ്. പക്ഷെ നിയാസ് ഉസ്താദ് അങ്ങനെയല്ല. ഉസ്താദ് കുറ്റല്ലേ വിളിച്ചു പറഞ്ഞത്. എത്ര ഡോളർ അടിച്ച് കയറി അല്ലേ, എത്ര വ്യൂസ് കയറി അല്ലേ, അപ്പൊ ഐശ്വര്യ അവിടെ ഭാര്യയുടെ മക്കളെ തെളിപ്പിക്കുന്ന കുറ്റം വിളിച്ചു പറഞ്ഞിട്ട് അങ്ങനെ കുറ്റാണോ പറയേണ്ടത്? എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞു ഒരു അടങ്ങുന്നുണ്ട്, അടങ്ങട്ടല്ലേ, മാറ്റിൽ വരുത്തണ്ട, മാറ്റിൽ വരുത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ലതല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാൻ ഉസ്താദ് പറഞ്ഞിട്ട് നല്ലതല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്.
ഇല്ല. അപ്പൊ നിയാസ് ഉസ്താദ് നല്ലത് പറഞ്ഞു കാണുന്നേ. ഉസ്താദിന്റെ കുഴപ്പം എന്താ പറഞ്ഞാൽ ഈ നിയാസ് ഉസ്താദ് ചെയ്യുന്ന തെറ്റെന്താന്ന് നിങ്ങൾ അറിയാം. വീഡിയോസ് എടുത്ത് ഓരോരുത്തർ തെറ്റുകളും എടുത്ത് നല്ല രീതിയിൽ പറഞ്ഞു കാണുന്നു. സബീറുമ്മ നിങ്ങൾ അങ്ങനെ ചെയ്യല്ല, പിന്നെ ജാസി അങ്ങനെ ചെയ്യല്ല, അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റാണ്, അല്ല അങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞതാണ് ഈ ഉസ്താദിന്റെ തെറ്റ്. അങ്ങനെ പറയുന്നതായിരുന്നു ഉസ്താദെ നിങ്ങള് മറ്റുള്ള ഉസ്താദുമാരോട് പറയുന്നതിലോട്ട് പറയണേനും കുറ്റം വിളിച്ച് പറയണേനും അത് എന്നെയും കിട്ടൂല, ഞാൻ ഉസ്താദിനെ കിട്ടൂല. ഞങ്ങൾക്ക് ദുനിയാവും വേണം ആഗ്രഹം. മനസ്സിലായ അത് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ല, ദുനിയാവ് വേണം ആഹൃത്ത് വേണം. ആ ദുനിയാവിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തിലുള്ള ആഹൃതിൽ കിട്ടുമെന്ന് അത് പഠിച്ചു എനിക്കറിയാട്ടാ. എന്നിരുന്നാലും അതുകൊണ്ട് പൊന്നാനെ പൊന്നു മക്കളെ നിങ്ങൾ കേക്കുകൾ കുറച്ച് എന്റെ ഞാൻ പറഞ്ഞ കേക്ക് ഓർ നല്ല പറഞ്ഞൊരു വ്യക്തിയാണ്. തന്നെ ചെയ്യും. അതിന് ആണും പെണ്ണും വേണമെന്നൊന്നുമില്ല. ആണും ആണായാലും പെണ്ണും പെണ്ണായാലും വിധി അങ്ങനെ തന്നെയാണ്. ഞാൻ ആ രൂപത്തിലാണ് ഇവിടെ സംസാരിച്ചത്. അടുത്ത കമന്റ് ഇങ്ങനെയാണ്: ഉസ്താദ് എന്തിനാണ് അവരുടെ എല്ലാ തെറ്റുകളും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അവരുടെ ഒരു തെറ്റും ശരിയാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അവരുടെ ധാരാളം തിന്മകൾക്കിടയിൽ ഒരു നന്മ കാണുമോ? ഓരോ തെറ്റുകൾ ശരിയാണെന്ന് ഉസ്താദ് എവിടെയും പറഞ്ഞിട്ടില്ല, പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എന്റെ ആ മരണത്തുള്ളിക്കളി കണ്ടിട്ട്, എന്റെ സാബി ബ്ലോഗിലുള്ള തുള്ളിക്കളി കണ്ടിട്ട് ഉസ്താദ് പറഞ്ഞത് നന്നറിയോ? സാബിറുമ്മ നിങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ടെന്നാണ് മനസ്സിലാക്കി. പക്ഷെ നിങ്ങള് ആ തുള്ളിക്കളി നിങ്ങളൊന്ന് നിർത്തണം. പിന്നെ അതിൽ വരുന്ന കമന്റുകൾ കണ്ടിട്ടും സഹിക്കാൻ പറ്റുന്നില്ല, അത്രയും മോശമായിട്ടാണ് വരുന്നത്. നിങ്ങൾ ആ തുള്ളിക്കളി ഒന്ന് നിർത്തണേ ഉമ്മ എന്നാ നിർത്താനല്ലേ പറഞ്ഞ. എല്ലാവരും സാബിറുമ്മ നിങ്ങള് തുള്ളിക്കോന്ന് പറഞ്ഞ ഷെരീഫെ അങ്ങനെ. അപ്പൊ എന്തുകൊണ്ട് എന്നിട്ട് സാബിറുമ്മ ഈ നിർത്താത്ത അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണല്ലോ. സാബിറുമ്മാനോട് നല്ല വാക്കുകൾ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞ്, എന്നിട്ട് സാബിറുമ്മ എന്തുകൊണ്ട് അത് നിർത്താത്തത് അതും പറഞ്ഞ് ഇതാക്കണല്ലോ. സാബിറുമ്മ എന്താണ് സാബിറുമ്മ നിങ്ങള് പിന്നെയും പറയുന്നത് അതന്നെ, ദുനിയാവും വേണം ആഖിറത്തും. കൂടുതൽ രൂക്ഷമായി തുള്ളാൻ കാരണം ഉസ്താദുമാണ് നല്ല രീതിയിൽ സഹായിച്ചത്. നല്ല രീതിയിലാണോ ഞങ്ങളോട് പറഞ്ഞു തന്നത്? എല്ലാരോ നാളെ സ്വർഗവും നരകവും എല്ലാവർക്കും ഉണ്ട്. അത് നല്ല കാര്യം. നിങ്ങളെ പോലുള്ളവര് പിന്നെ ഇതാക്കിയിട്ടുള്ളത് ഉസ്താദന്മാരാണ്. ഉസ്താദ് പറയുന്നതും തെറ്റാണോ സാബിർത്ത? എന്ത് നിങ്ങൾ പറയുന്നുള്ളത്? ഫാത്തിമ ബീവിനോട് പറഞ്ഞത്, മോളെ നബീന്റെ മോളാന്ന് പറഞ്ഞ അന്ന് കബറിൽ സ്വർഗത്ത് കടത്തൂല, അന്റെ പൊന്നാര മോള് നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിലേ സ്വർഗത്ത് കടത്തുള്ളൂന്ന. അപ്പൊ നബീന്റെ മോളാന്ന് പറഞ്ഞ് കടത്താത്ത ഉസ്താദ് മാറിയാണോ സ്വർഗത്ത് കടത്തുന്നത്? നല്ലത് ചെയ്താൽ നല്ലത് ചെയ്താൽ സ്വർഗത്ത് കടത്തും. ഇതെല്ലാം സാബിർത്താക്ക അറിയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകള് ഫാത്തിമയായാലും നല്ലത് ചെയ്താൽ മാത്രമേ സ്വർഗത്തിൽ പോകൂന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് സാബിർത്ത പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാട്ടുന്ന? പണത്തിന് വേണ്ടിയിട്ടാണോ സാബിർത്ത? അതിനു വേണ്ടിയിട്ടാണോ? പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ചിട്ട് നല്ല രീതിയിൽ നിങ്ങൾ വീഡിയോ ചെയ്താൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും സാബിർത്ത. ഇങ്ങനെ കോപ്രായം കാട്ടിയെങ്കിൽ മാത്രമേ യൂട്യൂബ് റീച്ച് തരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ നീങ്ങുന്നുള്ളത് സാബിർത്ത. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് സാബിർത്താത്ത. ഓക്കെ, അവർ പറഞ്ഞ രീതിയിൽ തന്നെയല്ല നിങ്ങളോട് നിയാസ് ഉസ്താദ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ മാറുന്നില്ല? എന്തുകൊണ്ട് വീണ്ടും നിങ്ങൾ ഇങ്ങനെ കോപ്രായം ചെയ്യുന്നുണ്ട്? പഠിക്കാനുള്ള എല്ലാ ബുദ്ധിയും കഴിവും ശക്തിയും കൊടുത്തതിനാണെന്നറിയാം, മറ്റുള്ളവർക്ക് അറിവ് പകർത്തി കൊടുക്കാനാണ്. അത് എങ്ങനെ പകർത്താൻ? മാധ്യമത്തിൽ വന്ന് എല്ലാ പെണ്ണുങ്ങളെ ശരീരഭാഗങ്ങളും നോക്കിക്കണ്ട് അതിന് മറുപടി കൊടുക്കാനല്ല അല്ലാഹു തആല പറഞ്ഞത്. ഓരോ മഹലിൽ വെച്ചിട്ടും ഓരോ സദസ്സുകളിൽ വെച്ചിട്ടും നിങ്ങൾ ദീൻ പഠിപ്പിച്ചു കൊടുക്കണം, ദീൻ അറിവ് കൊടുക്കണം എന്നാ പറഞ്ഞത്. പണ്ടെങ്ങനെയാ നിങ്ങൾ അറിയില്ല, ഓല വെച്ച് മറച്ച് ഉസ്താദ് പെണ്ണുങ്ങളെ കാണൂല, പെണ്ണുങ്ങൾ ഉസ്താദിനെ കാണൂല. കുഞ്ഞനായ എനിക്കെല്ലാം ഒന്ന് ഉസ്താദിനെ കാണണമെങ്കിൽ ആ ഓലയുടെ കണ്ണിക നീക്കി ഇങ്ങനെ നോക്കണം. ഇന്ന് ഓപ്പൺ സ്റ്റേജ് ഇല്ല, ഉസ്താദിന് പെണ്ണുങ്ങളെ കണ്ടിട്ട് എന്ന് പറയാൻ പറ്റൂല. ഞാൻ ഇത് കുറ്റം പറഞ്ഞതല്ല, കുറ്റം നിങ്ങൾ പറയിപ്പിക്കും എന്ന് സാബിർത്ത ഉസ്താദിനെ കുറ്റം പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സാബിർത്ത ഉസ്താദിനെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാലും സാബിർത്ത എന്ത് എനിക്ക് പറയാനൊന്നുമില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, കമന്റ് ഇടുക.